Hello dears, I am Divya Brindo. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒന്നും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ദിവ്യ കണ്ണെഴുതുന്നത് നല്ല രസമുണ്ട്, ഇതെങ്ങനെയാണ്, എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താണ് കണ്ണെഴുതുന്നത്, എങ്ങനെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐജില് റെഫർ ചെയ്യാമോ, അങ്ങനെയൊക്കെ ഒത്തിരി കമൻസ് കണ്ടു. അപ്പോൾ അതിനൊന്നും ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നോർമലി ഞാൻ ഇന്ന് ഞാൻ അധികമൊന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നോർമലി ഞാൻ എന്നും ഡെയിലി യൂസിനായിട്ട് യൂസ് ചെയ്യുന്നത് ഐ കാജൽസാണ്. ഇനി എന്തെങ്കിലും നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ളത് നന്നായിട്ട് വരച്ച് നല്ല കണ്ണിന് വേറൊരു ഷേപ്പ്, വേറൊരു ഇപ്പം നയൻതാര ലുക്ക് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൈസ് ചെയ്തുള്ള ലുക്ക് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ഐ ജെൽസാണ് യൂസ് ചെയ്യുന്നത്. അതായത് വെഡ്ഡിങ് മേക്കപ്പിനും ഒക്കെ ഐ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ എന്നെ തന്നെ എന്തെങ്കിലും മേക്ക് ഓവർ ചെയ്യുകയോ എന്തെങ്കിലും തീം ബേസ്ഡ് ആയിട്ടുള്ള ഷൂട്ട് ചെയ്യുകയോ ചെയ്യുമ്പം ഞാൻ ഐ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള ഐ കാജൽസും ഐ ജെൽസും എല്ലാം ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇനിയും ഉണ്ടായിരുന്നു, വേറെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും ഐറ്റംസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് കാജൽസ്, ഐ കാജൽസാണിത്. ഐ കാജൽസ് എന്ന് പറയുന്നത് ഒരു പെൻസിൽ രൂപത്തിൽ വരുന്നതാണ്. നമുക്ക് യൂസ് ചെയ്യാൻ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഈ ഐ കാജലാണ് ഞാൻ ഡെയിലി വൈസ് പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്നങ്ങ് എഴുതി എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അത് ഈസിയാണ്. പിന്നെ ഐ ലൈനേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഗ്ലോസി ആണ് കേട്ടോ. കുറച്ച് ഇപ്പം ഒരു മാറ്റ് ലുക്ക് അല്ല നിങ്ങൾക്ക് വേണ്ടത്, കുറച്ചൊരു ഗ്ലോസി ഐലൈനറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇത് യൂസ് ചെയ്താൽ ബെസ്റ്റാണ്. അതുപോലെ കുറച്ചുകൂടി ഡിഫൈൻഡായിട്ട് ഒരു ബ്രഷ് വെച്ച് കുറച്ച് ഡിഫൈൻഡായിട്ട് എഴുതണം എന്നുള്ളവരുണ്ടാവുമല്ലോ, ഒരു സ്മഡ്ജ് ലുക്കല്ലാതെ നല്ല ഡിഫൈൻഡായിട്ട് ഉള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലതാണ്. കുറച്ച് ഗ്ലോസി ഐലൈനേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഐ ജെല്ലാണ്. ഐ ജെല്ലെന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ 2 ഐ ജെൽസ് ഉണ്ട്. ഇത് മാക്കും ഇത് ഇംഗ്ലോട്ടും ആണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. വീഡിയോ അധികം ലെങ്തി അല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എല്ലാം ചോട്ടാ 5 മിനിറ്റ്സ് വീഡിയോസാണ് നമ്മൾ കൂടുതലും ചെയ്യുന്ന, ആൾക്കാരെ മുഷിപ്പിക്കാതെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളിലേക്കൊക്കെ വരാം. ഫസ്റ്റിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു 2 ഐ കാജലാണ് ഇത്. ഒരെണ്ണം നൈക്കയുടെ ഐ കാജലാണ്, നൈക്കയുടെ IM24 കാജൽ എന്നൊക്കെ പറഞ്ഞൊരു ഐ കാജലാണ്. ഇത് പറഞ്ഞാൽ മെബിലിൻ്റെ ഐ കാജലാണ്. ഇത് രണ്ടും ഒരു 300 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പം അത്യാവശ്യം അത്യാവശ്യം എല്ലാവർക്കും തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ കാജലാണ്. സാധാരണ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡെയിലി വൈസ് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ ഇതൊക്കെ മതി. അത്യാവശ്യം സമയം കിട്ടും, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. നല്ല ബ്ലാക്ക് കളറുണ്ട്. എന്താണേലും നല്ലതാണ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഐ കാജൽ വേണം എന്ന ഒട്ടും നിങ്ങൾക്ക് സ്മഡ്ജ് ചെയ്യാൻ പാടില്ല, നല്ല രാവിലെ അപ്ലൈ ചെയ്താൽ വൈകിട്ടും ഏറെക്കുറെ അതേപോലെ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ മൈഗ്ലാം നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും, സ്മഡ്ജ് പ്രൂഫാണ്. അപ്പോൾ ഈ 3 ഐ കാജലും വളരെ നല്ലതാണ്. വില കൊണ്ട് ഇത് വളരെ നല്ലതാണ്. ഈ ഒരു പ്രൈസിന് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഇത് അങ്ങനെ അപ്ലൈ ചെയ്താലും സ്മഡ്ജായി പോവൊന്നുമില്ല. ഇത് ഡിപ്പെൻഡ്സ് ഓൺ പല ആളുകളിലും പല രീതിയിലാണ് പല പ്രോഡക്റ്റും. കാരണം ചിലരുടെ സ്കിൻ ഭയങ്കര ഓയിലി ആയിരിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ ഏത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും മേ ബി പോകാം, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സ്മഡ്ജ് പ്രൂഫാണ്. ഇതും വളരെയധികം സ്മഡ്ജ് പ്രൂഫാണ്. നല്ല ബ്രാൻഡ്സാണ് ഇത് 3ഉം. അപ്പം നിങ്ങൾക്ക് ഐ കാജൽ നോക്കുന്നവരാണെങ്കിൽ ഇത് 3ഉം നല്ല ബ്രാൻഡാണ്, നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ്. മൈഗ്ലാമിന് വന്നിട്ട് 700 ആ ഒരു റേഞ്ചിലാവും കേട്ടോ ഇതിൻ്റെ പ്രൈസ്. അടുത്തത് നമുക്ക് ഐലൈനർ നോക്കാം. കാലത്തൊക്കെ നമ്മൾ ഐടെക്സിൻ്റെ ഒക്കെ ഐലൈനർ യൂസ് ചെയ്യുമായിരുന്നു അല്ലേ. അപ്പം അന്ന് തൊട്ടേ ഐലൈനറിനോട് ഇഷ്ടമുള്ള കുറച്ച് ആളുകളുണ്ടാവും, അവരായിരിക്കും കൂടുതലും ഐലൈനേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഐലൈനറിൻ്റെ
ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുറച്ച് തിളക്കം ഉണ്ടാവും, കുറച്ച് ഗ്ലോസ് ഉണ്ടാവും, പക്ഷേ നല്ല ഭംഗിയായിരിക്കുമല്ലോ എഴുതിയാൽ, കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ആ ഒരു എഫക്റ്റ് ഇഷ്ടമുള്ളവർക്ക് എന്താണ് ഇതുപോലെ ഐലൈനേഴ്സ് യൂസ് ചെയ്യാം. ഇത് കളർ ബാറിൻ്റെ ഐലൈനറാണ്. ഇതിന് ഏകദേശം ഒരു 700 ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ ഒരു പ്രൈസിങ്. കുറേ നാൾ മുമ്പ് വാങ്ങിയതാണ്. ഇത് നല്ല വാട്ടർ പ്രൂഫ് സ്മഡ്ജ് പ്രൂഫാണ്. ഇത് സംഗതി ഇത്രേ ഉള്ളൂ കേട്ടോ, പക്ഷേ ഇത്രേ ഉള്ളൂ. ഈ ഒരു എമൗണ്ട് ആവും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല പ്രൊഡക്റ്റാണ്. കളർ ബാറിൻ്റെ എല്ലാ പ്രൊഡക്റ്റും തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ. ഇനി നിങ്ങൾ കുറച്ച് ക്രിയേറ്റീവ് ലെവലിലേക്ക് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഐജൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഐജൽ വാങ്ങുന്നതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഒരു ആംഗുലാർ ബ്രഷും നിങ്ങൾക്ക് കിട്ടും. ആംഗുലാർ ബ്രഷ് എന്താണെന്ന് അറിയാമോ? ഇത് ഇതിൻ്റെ കൂടെ കിട്ടിയ ആംഗുലാർ ബ്രഷ് അല്ല, പക്ഷേ ഇതിൻ്റെ കയ്യിൽ സെപ്പറേറ്റ് ഉള്ളതാണ്. ആംഗുലാർ ബ്രഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ രീതിയിൽ വരുന്ന ബ്രഷാണ് ആംഗുലാർ ബ്രഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രഷ് കൊണ്ടിട്ടാണ് ഇത് വരയ്ക്കുക. അല്ലെങ്കിൽ പെൻസിൽ ബ്രഷ് യൂസ് ചെയ്താണെങ്കിലും നിങ്ങൾക്ക് ഡ്രോ ചെയ്യാം. ഇതാണ് പെൻസിൽ ബ്രഷ്. അപ്പോൾ ഈ ബ്രഷ്, ഈ 2 ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഐജല് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഡ്രോ ചെയ്ത് നിങ്ങൾക്ക് ഐ നല്ല ബ്യൂട്ടിഫുൾ ആക്കാവുന്നതാണ്. അപ്പം കുറച്ച് ക്രിയേറ്റീവായിട്ട് കുറച്ച് ലുക്ക് ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഐജൽ പർച്ചേസ് ചെയ്യാം. പിന്നെ ഐജലിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകത്തേ ഇല്ല കേട്ടോ. രാവിലെ എങ്ങനെ അപ്ലൈ ചെയ്തോ അതുപോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ബ്രൈഡ്സിനൊക്കെ നമ്മൾ ഐജൽ യൂസ് ചെയ്യുന്നത്. നമ്മളൊരിക്കലും ബ്രൈഡ്സിനൊക്കെ നമ്മൾ വേറെ ഐ കാജലോ അങ്ങനെയൊന്നും നമ്മൾ റിസ്ക് എടുക്കില്ല. കാരണം അത് അത്രയും ലാസ്റ്റിംഗ് ആയിരിക്കണം, അവർക്ക് കുറേ നേരം ഉണ്ടല്ലോ. അപ്പോൾ ഈ പിക്ചേഴ്സ് കാണുന്ന ഈ ഐ ലുക്സ് എല്ലാം നമ്മൾ ഐ ജെല്ല് വെച്ചിട്ട് ഐ ബ്രഷ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഐ ലുക്കിന് എപ്പോഴും നമ്മൾ ഐ ജെൽസ് ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ കൊറോണയുടെ സിറ്റുവേഷനിലൊക്കെ എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചല്ലേ നടക്കുന്നത്. അപ്പോൾ ഐ മേക്കപ്പിലൊരു ട്രെൻഡ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. കാരണം എല്ലാവരും ഐസ് മാത്രമാണ് കാണുന്നത്, ആരും അധികം സംസാരിക്കുന്നില്ല. അപ്പം കണ്ണുകൾ കൊണ്ടാണ് കൂടുതലും ടോക്സ് ഒക്കെ നടക്കുക. ദെൻ നമുക്ക് ഐ മേക്കപ്പിൽ കുറച്ച് ഫോക്കസ് ചെയ്യാം അല്ലേ. കൊറോണയുടെ ഈ കാലമൊക്കെ ഇങ്ങനെ കടന്നു പോകും. ഇപ്പം എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. ഇപ്പം ഈ റീസെൻ്റ്ലി കൊറോണ കുറച്ച് കൂടി വരുന്ന ഒരു പ്രതിഭാസമാണ് കണ്ടുവരുന്നത്. അപ്പം വളരെ ശ്രദ്ധിക്കുക, എല്ലാവരും മാസ്ക് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.